അവസാനത്തെ പാസ്വേഡ്, ഒരു ഓർമ്മക്കുറിപ്പ്. 35 വർഷം ചോക്കിന്റെ വെളുത്ത പൊടി പടർന്ന കൈകൾ കൊണ്ട് അക്ഷരങ്ങൾക്കൊപ്പം നാരായണൻ മാസ്റ്റർ കുട്ടികളെ പഠിപ്പിച്ചത് ഒരേയൊരു പാഠമായിരുന്നു: സത്യസന്ധത. വിരമിച്ച ശേഷം മകൻ സ്മാർട്ട് ഫോൺ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ അതൊരു പുതിയ വിദ്യാലയമായിരുന്നു അദ്ദേഹത്തിന്. അച്ഛ, ഇനി ബാങ്കിൽ ക്യൂ നിൽക്കണ്ട, എല്ലാം ഇതിലുണ്ട് എന്ന മകന്റെ വാക്കിനെ അദ്ദേഹം അഭിമാനത്തോടെ വിശ്വസിച്ചു. ഒരു മഴയുള്ള ഉച്ചനേരത്താണ് ആ ഫോൺ കോൾ വന്നത്. അപ്പുറത്തെ ശബ്ദത്തിന് വല്ലാത്തൊരു ആധികാരികതയുണ്ടായിരുന്നു. ബാങ്കിൽ നിന്നാണ് സർ. അക്കൗണ്ട് ബ്ലോക്ക് ആകാതിരിക്കാൻ ഈ ഒടിബി ഒന്ന് പറയൂ. ഒരു നിമിഷം പോലും അദ്ദേഹം സംശയിച്ചില്ല. കാരണം, ചതി എന്ന വാക്ക് മാസ്റ്ററുടെ നിഘണ്ടുവിലില്ലായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഫോണിൽ വന്ന സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. 35 വർഷത്തെ വെയിലിലും മഴയിലും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം, മകളുടെ വിവാഹത്തിനും മകന്റെ ഭാവിക്കും കരുതിവെച്ച പെൻഷൻ തുക, നിമിഷനേരം കൊണ്ട് അജ്ഞാതമായ ഒരിടത്തേക്ക് ഒഴുകിപ്പോയിരിക്കുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയും പോലീസ് സ്റ്റേഷനിലെ കുന്നുകൂടിയ ഫയലുകളും അദ്ദേഹത്തെ തളർത്തി. ഇതൊക്കെ സാധാരണമാണ് മാസ്റ്ററെ എന്ന പോലീസുകാരന്റെ വാക്കുകൾ ഒരു അമ്പുപോലെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തറച്ചു. വീട്ടിലെത്തിയപ്പോൾ ചുവരിലെ മക്കളുടെ ചിത്രങ്ങൾ അദ്ദേഹത്തെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. ജീവിതം മുഴുവൻ മറ്റുള്ളവരെ നേർവഴിക്ക് നയിച്ചയാൾക്ക് സ്വന്തം വീഴ്ച സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആ രാത്രിയിൽ, വിറക്കുന്ന കൈകളോടെ അദ്ദേഹം തന്റെ ഡയറിയിൽ അവസാനമായി കുറിച്ചു: ഞാൻ തോറ്റത് പണത്തോട് അല്ല, മനുഷ്യരിലുള്ള വിശ്വാസത്തോടാണ്. അടുത്ത ദിവസം പത്രത്തിന്റെ ചരമക്കോളത്തിൽ ആ വാർത്ത ഒതുങ്ങി. അതിന് തൊട്ടുതാഴെ വലിയ അക്ഷരങ്ങളിൽ ഒരു പരസ്യം തിളങ്ങുന്നുണ്ടായിരുന്നു: ഡിജിറ്റൽ ഇന്ത്യ, സുരക്ഷിതം, അതിവേഗം. പലരും ആ വാർത്ത വായിച്ചു, ചിലർ നെടുവീർപ്പിട്ടു. പിന്നെ എല്ലാവരും അടുത്ത പേജിലേക്ക് മറഞ്ഞു. നാരായണൻ മാസ്റ്റർ ബാക്കിവെച്ചത് തകർന്ന ഒരു പാസ്വേഡ് മാത്രമല്ല, തകർന്നുപോയ ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്തെ വിശ്വാസം.